ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം ആദിത്യ ഭഗവാനാണ് കർമ്മയോഗം ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. ആദിത്യൻ അത് മകനായ മനുവിന്, മനു അത് ഇക്ഷ്വാകുവിന്, അങ്ങനെ അത് പരമ്പരയായി ഉപദേശിച്ചു പോന്നു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കർമ്മയോഗി ആദിത്യ ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം. എത്രയോ കാലമായി ഒരു ഫലേച്ഛയും കൂടാതെയാണ് സ്വധർമ്മം നിർവഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ആദിത്യ ഭഗവാൻ അല്ലെങ്കിൽ ഈ സൂര്യ ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയിരിക്കും എന്നൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ ഭൂമിയിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഈ സൂര്യൻ ഹേതുവായിട്ടാണ്. എന്നാൽ ഈ നടക്കുന്നത് ഒന്നിൻ്റെയും തനിക്ക് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നുമില്ല എന്നതുപോലെയാണ് വർത്തിക്കുന്നതും. ഇത് തന്നെയല്ലേ ഒരു കർമ്മയോഗിക്ക് വേണ്ട ഗുണങ്ങൾ? ഇതെല്ലാം കേട്ടപ്പോൾ അർജുനന് ഒരു സംശയം തോന്നുകയാണ്. ആ സംശയമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അർജുന ഉവാച. അർജുന ഉവാച എന്ന് പറഞ്ഞാൽ അർജുനൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേ തദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഭവതഃ ജന്മ അപരം. അങ്ങയുടെ ജന്മം വേറെ കാലത്താണ്, ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. വിവസ്വതഃ ജന്മ പരം. വിവസ്വാന്റെ, ആദിത്യ ഭഗവാന്റെ, സൂര്യഭഗവാന്റെ ജനനം പരം, എത്രയോ മുൻപ് കഴിഞ്ഞിരിക്കുന്നു. ത്വം ആദൗ ഏതത് പ്രോക്തവാൻ ഇതി. അങ്ങ് ഇതെന്ന് വെച്ചാൽ ഈ കർമ്മയോഗം ആദ്യം തന്നെ വിവസ്വാന്, സൂര്യന് ഉപദേശിച്ചു എന്ന് കഥം വിജാനീയാം, എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെയും സൂര്യഭഗവാന്റെയും ജന്മം ഒരേ സമയത്തല്ല ഉണ്ടായിരിക്കുന്നത്. സൂര്യൻ എത്രയോ മുൻപ് ജന്മം എടുത്തിരിക്കുന്നു, അവിടുന്നാകട്ടെ ഈ അടുത്ത കാലത്താണ് ജനിച്ചത്. അപ്പോൾ എത്രയോ മുമ്പ് തന്നെ, അതായത് ലോകാരംഭത്തിൽ തന്നെ അങ്ങ് ഈ കർമ്മയോഗത്തെ കുറിച്ച് സൂര്യഭഗവാന് ഉപദേശിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നാണ് ഇവിടെ അർജുനന് തോന്നിയ സംശയം. അതിന് മറുപടിയായിട്ട്